ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കണ്ണനല്ലൂരാണ്. 2500 സ്ക്വയർ ഫീറ്റിൽ 10 സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു വീടിൻ്റെ കാഴ്ചകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. രാജു സനില ദമ്പതികളുടെ വീടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു യുവർ ചാനൽ. ാണ് കിണർ വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ ഒരു ഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പാത്ത് വേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുറ്റത്തായിട്ട് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ടൊക്കെ കലാത്തി വെച്ച് കൊടുത്തിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ട് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ വർക്കാണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് കയറാം. ഡോറും വിൻഡോസും ഒക്കെ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഹാള്. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു കോർണർ സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. വോളിലായിട്ട് നല്ലൊരു ഡെക്കോ പീസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ ഒരു പാർട്ടീഷൻ വോള് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ്ങും മുകളിലേക്കുള്ള സ്റ്റെയർ സ്പേസും ഒക്കെ വരുന്നത്. ഇവിടെ ഇതാ ഇങ്ങനൊരു നല്ലൊരു സ്പേസ് ചെയ്തിരിക്കുന്നു. ബുദ്ധയുടെ നല്ലൊരു പിക്ചറാണ് അവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ബാക്കിലായിട്ട് ലൂവേഴ്സ് ഡിസൈനിൽ വരുന്ന പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ജിപ്രോക്കിൻ്റെ ജിപ്സം സീലിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് സിംബോളയുടെ ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഡോസും വിൻഡോസും എല്ലാം തന്നെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാഷ് യൂണിറ്റ്, കിച്ചനൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ഈ ഒരു പാർട്ടീഷൻ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. ഞാൻ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ്, സ്റ്റെയർ ഏരിയ, അതുപോലെ ഇവിടെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ലൊരു TV യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈ വിത്ത് മൈക്ക ലാമിനേഷൻ ആണ്. പിന്നെ സ്റ്റെപ്സൊക്കെ തന്നെ മഹാഗണിയും അതിൻ്റെ ഹാൻഡിൽ ടീക്ക് വുഡിലുമാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇവിടെ സ്റ്റെപ്സ് ഫുൾ ചെയ്തിരിക്കുന്ന വുഡിലാണ്. അതുപോലെ ഹാൻഡ് റെയിലും ടീക്ക് വുഡും ഗ്ലാസും ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ട് ബെഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റെയർ സ്പേസിൻ്റെ താഴെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് WPC ആണ്. അതേസമയം വർക്കിംഗ് കിച്ചണിൽ ടീക്ക് വുഡ് തന്നെയാണ് കേട്ടോ കബോർഡ്സിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഇവിടുത്തെ മോഡുലാർ കിച്ചനാണ്. ഇതൊരു ഓപ്പൺ കിച്ചൺ അല്ല, പക്ഷേ നമുക്ക് നമ്മുടെ ഹാളിലിരുന്നാലും ഡൈനിങ്ങിലിരുന്നാലും നമുക്കൊരു വ്യൂ കിട്ടും. കിച്ചണിൽ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും. എന്നാൽ ഫുള്ളി നമുക്ക് ആ ഒരു
ഓപ്പൺ സ്പേസ് കണക്ക് നമുക്ക് ഫുള്ളി കാണാൻ പറ്റുന്ന രീതിയിലല്ല, ജസ്റ്റ് ഒരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആര് വന്നിരുന്നാലും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ കിച്ചൻ്റെ ആ ഒരു പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഇവിടെ നല്ലൊരു വർക്കിംഗ് കിച്ചണും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വിറകടുപ്പോട് കൂടിയിട്ടുള്ളൊരു വർക്കിംഗ് കിച്ചണാണ്. അവിടെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നു. ഫ്ലോറിലാണെങ്കിൽ വുഡൻ ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ ഒരു വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ്, അതായത് വീടിനും ഇൻറ്റീരിയറിനും കൂടെ ആയിട്ടുള്ളത് 75 lakhs ആണ്. ഞാൻ ഇത് മൊത്തത്തിൽ പിന്നെ ഒറ്റ ഒരാൾ അങ്ങനെയല്ല കേട്ടോ ഒരു വർക്ക് ചെയ്തിരിക്കുന്ന, ഫുൾ ലേബർ കോൺട്രാക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സെക്ഷൻസ് അതിൻ്റെ ഓരോ എക്സ്പേർട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. മുകളിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ഹാളാണ്, പിന്നെ 2 ബെഡ്റൂംസ് ഉണ്ട്. മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂം 14x14 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ ഒരു ബെഡും കോട്ടും ഒക്കെ കസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണ്. കോട്ട് വന്നിട്ടുള്ളത് പ്ലൈവുഡിലാണ്. എന്നിട്ട് നല്ല ഒരു കുഷ്യനൊക്കെ കവർ ചെയ്തിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ, ഒരു പർപ്പിൾ എന്ന് പറയാം, ആ ഒരു കളറിലാണ് ഈ ഒരു കുഷ്യൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിരിക്കുന്നു. ബാക്ക് പാനലിങ് ഈ ഒരു സൈഡിലായിട്ട് ലൂവേഴ്സിൻ്റെ പാനലിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെ പിക്ചർ ഫ്രെയിംസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ വാർഡ്രോബ്സും കാര്യങ്ങളും ഡ്രസ്സിങ് ടേബിളും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ടേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് മുകളിലത്തെ സെക്കൻഡ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു. ഈ ഒരു ബെഡും കോട്ടും ഒക്കെ തന്നെ കസ്റ്റമൈസ്ഡ് ആണ്. പ്ലൈവുഡിലാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നല്ലൊരു കുഷ്യൻ വെച്ചിട്ടാണ് ഈ ഒരു കവറേജ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ കളർ അതിനോട് ബ്ലെൻഡായി പോകുന്ന രീതിയിലാണ് നമ്മുടെ ഒരു വോളിൻ്റെ കളറും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു എന്ത് ബ്ലൂ ആണെന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു ഫ്രെയിംസ് ഒക്കെ വന്നപ്പോൾ ഒരു നല്ല ഫീൽ റൂമിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ടേബിൾ ചെയ്തിരിക്കുന്നു. വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലോട്ട് നോക്കുകയാണെങ്കിലും മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ മറ്റേ റൂമിൽ കണ്ട പോലെ തന്നെ ഒരു ഫോൾഡബിൾ ടേബിൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് വർക്കിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഓഫീസ് യൂസിനോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇത് താഴ്ത്തി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ റൂമിന് സ്പേസ് ഫീൽ ചെയ്യും. ഇതാണ് ബാൽക്കണി പോർഷൻ. അത്യാവശ്യം വിശാലമായ ഒരു ബാൽക്കണി ഏരിയ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇനി ഇവിടെ ഒരു ടെറസ് പോർഷൻ കൂടിയുണ്ട്. ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെ പൈപ്പ് കാര്യങ്ങൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ 2 ബെഡ്റൂംസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി കാണാം. നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. 2500 സ്ക്വയർ ഫീറ്റിൽ 10 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ എല്ലാ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോർഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കുറേ ഐഡിയാസ് കിട്ടി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ, വീട് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുള്ള വീടുകളാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ തന്നെ നിങ്ങൾ കമൻസിലൂടെ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.